മൈ ലോർഡ് മൈ സിഇഒ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ വിട്ടുവീഴ്ച വരുത്താതെ വലിയ വിജയങ്ങൾ ബിസിനസ് രംഗത്ത് നേടിയിട്ടുള്ള അനേകം ആയിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരക്കാരുടെ ജീവിതാനുഭവവും പ്രാർത്ഥനാ ശൈലിയും പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് 5 പതിറ്റാണ്ട് കാലത്തിലേറെയായി ബേക്കറി ബിസിനസ് രംഗത്തെ പ്രമുഖ ബ്രാൻഡായി മാറിയ ഹോണസ്റ്റ് ബേക്കറി സ്ഥാപകൻ ഹോണസ്റ്റ് ജോസേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷം ജോസേട്ടനെ ഈ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ജോസേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചിട്ടും ബിസിനസ്സിനെ കുറിച്ചിട്ടും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ വീട് ഒല്ലൂരാണ്. ഒല്ലൂർ ഞാനും ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 10ൽ പഠിക്കുന്ന കാലത്ത് ഞാനും അപ്പനും കൂടിയിട്ട് ഒല്ലൂർ ബേക്കറി തുടങ്ങി. അപ്പൻ ഗോൾഡ് കവറിങ് എൻ്റെ കച്ചവടമായിരുന്നു അപ്പൻ ആദ്യം. ഒല്ലൂർ തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്ന ആൾക്ക്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അത് നിർത്തി. പിന്നീടാണ് ഞങ്ങൾ ഒല്ലൂർ കട ഞങ്ങൾ തുടങ്ങുന്നത്. അന്ന് വളരെ കച്ചവടം കുറഞ്ഞ കാലഘട്ടമാണ്, തീരെ കച്ചവടം ഇല്ലാത്ത കാലം. ഞാൻ ബാക്കിൽ വർക്ക് ചെയ്യാൻ പോകും. വർക്ക് പഠിച്ചിട്ടല്ല, വേറെ വർക്കേഴ്സിൻ്റെ അവരുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചത്. അപ്പൻ ഫ്രണ്ടിൽ കാര്യങ്ങളെല്ലാം നോക്കും. അതങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ അപ്പൻ എന്നോട് പറയാറുണ്ട്, ഒരു ദിവസം 4 അണ വെച്ചിട്ട് ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നോട്. ദശാംശം പോലെ കൊടുക്കണം. ദശാംശം എന്നുള്ള വാക്ക് അന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാനത് 4 അണ വെച്ച് മാറ്റി വയ്ക്കും. അത് 4 അണ വെച്ച് കൊടുക്കുമ്പോൾ ഒരാൾക്ക് സമൃദ്ധിയായിട്ട് കൊടുക്കണം എന്ന കാലഘട്ടം അത് എനിക്ക് ആ കാലഘട്ടത്തിലുണ്ട്. കൊടുക്കുന്ന ആൾക്ക് നിറച്ച് കൊടുക്കണം എന്നുള്ളത് കിട്ടുന്ന ആൾക്ക്. അതെ. അപ്പോൾ ഞാൻ ആ 4 അണ വെക്കുന്നത് ഞാൻ വേറൊരു ചെപ്പിൽ മാറ്റി വയ്ക്കാമെന്ന്. മറ്റേത് ഡെയിലി കൊടുക്കുന്നത് കുറേശ്ശെ ഞാൻ കൊടുക്കും ചെയ്യും. മറ്റേത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യം വരുന്ന ആൾക്ക് അത് അങ്ങനെ എടുത്ത് കൊടുക്കും. വാല്യുള്ള കാലമാണ്. അന്നൊരു ഒറ്റ നോട്ടൊന്നും ഉള്ള കാലമല്ല. ഒരു 10 നോട്ട് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ, രാത്രി വരെ കച്ചവടം ചെയ്താല്. കംപ്ലീറ്റും കോയിൻസ് ആണ് അന്ന് കിട്ടുക. അങ്ങനത്തെ ഒരു കാലം അത്. അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും ആളുകൾ മേടിച്ച് കഴിക്കുന്ന കാലഘട്ടം സമയമല്ല. 3 നേരം ഭക്ഷണം തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. വളരെയധികം ബുദ്ധിമുട്ട്, അരി കിട്ടാനും ഒക്കെ വളരെ ടൈറ്റുള്ള കാലം. ഫാമിലിയിൽ എങ്ങനെയാണ്? അപ്പനും എത്ര മക്കളാണ്? ഞങ്ങള് 10 മക്കള്. 10 മക്കളുണ്ടോ? അതെ, 10 മക്കളിൽ ഞാൻ 5ാമത്തെ ആളാണ്. അങ്ങനെ ഞാൻ 10ൽ പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറെ പ്രയാസങ്ങളുണ്ടായിരുന്നു. അതായത് എനിക്ക് ഓർമ്മയുള്ള കാലത്ത് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന്റെ പരിപാടി വളരെ കുറവാണ്. കാരണം എന്താ വെച്ചാൽ കാലത്തില്ലെങ്കിൽ ഉച്ചയ്ക്കില്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എത്രയോ ദിവസങ്ങൾ അതൊക്കെ അങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ ഓർമ്മയുള്ള കാലഘട്ടത്തിൽ. ഒരു 2 ക്ലാസ്സിൽ 3ലൊക്കെ പഠിക്കുമ്പോൾ ഇപ്രാവശ്യം സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒല്ലൂർ സെൻറ് മേരീസ് സ്കൂളിൽ 4 വരെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ചെന്ന ഭക്ഷണത്തിന് വേണ്ടി ഓടി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അവിടുന്ന് പോയോണ്ടെങ്കിൽ വീട്ടിൽ ക്ലാസ്സിലേക്ക് തന്നെ ഓടിപ്പോരും. 4 കഴിഞ്ഞ് പിന്നെ ഞാൻ തലൂർ സ്കൂളിലാണ് പഠിച്ചത്. ദീപ്തി, ഇപ്പം ദീപ്തി എന്ന പേര്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതന്നെയാണ് പരിപാടി. വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലഘട്ടം, വ്യാപാരങ്ങളില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, സമ്പത്തിന്റെ. അതെ, ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ സാധാരണ വീട്ടിലേക്കൊന്നും ഭക്ഷണത്തിന് വേണ്ടി വരില്ല. അപ്പോൾ അവിടെ കടയിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ചോദിക്കുക, എന്താ ജോസ് പോവാതെ എന്ന് ചോദിക്കാൻ എന്നോട്. ഞാൻ പറയും ഞാൻ പോണില്ല, കാരണം അവിടെ അത്ര പേരെ നടക്കണ്ടേ. വീട്ടിൽ ക്ഷീണമായിട്ട് പിന്നെ ഇവിടെ വന്നിരുന്ന് ക്ലാസ്സിൽ വേർത്തിട്ട് വന്നിരിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകണില്ല എന്ന് പറയുകയാണ് പലപ്പോഴും ഒരു 2 മണി ആവാറാകുമ്പോൾ ഞാൻ അവിടുന്ന് 2 ബക്കറ്റ് വെള്ളം എടുത്ത് പറ്റാവുന്നിടത്ത് വെള്ളം കുടിച്ച് മുഖമൊക്കെ നല്ലപോലെ കഴുകി വീണ്ടും ക്ലാസ്സിൽ പോയിരിക്കും. പലപ്പോഴും ക്ഷീണം കൊണ്ട് ഉറക്കായിരിക്കും ഇത് ക്ലാസ്സിൽ പോയിരുന്നാൽ തന്നെ. അങ്ങനെ SSLC കഴിഞ്ഞതിന് ശേഷം ഞാൻ SSLCയോട് കൂടി ഞാൻ കടയിലേക്ക് കയറുന്നത് അപ്പനോട് കൂടി. എൻ്റെ വിവാഹപ്രായം വരുന്നവരേക്കും അപ്പൻ്റെ കൂടെ നിന്നിങ്ങനെ കഴിഞ്ഞതിന് മുമ്പ് വരെ ഞാൻ കുറേ കാലം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൻ പിന്നെ വീട്ടിലേക്ക് പോയി. ആൾക്ക് കുറച്ച് ഏജ് അധികമായിട്ട് നോക്കുമ്പോൾ പിന്നെ എന്നെ ഏൽപ്പിച്ച് ഞാൻ നടത്തിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് പ്ലാനിങ്ങുകളുണ്ട് എപ്പോഴും, എങ്ങനെ പോകണം മുന്നോട്ട്. അപ്പോൾ ബേക്കറിയിലേക്ക് കയറിയതിന് ശേഷം എപ്പോഴും എനിക്ക് പ്ലാനിങ്ങുകളുണ്ട്.
ഞാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. കച്ചവടം ചെയ്യുമ്പോഴും ചെറിയ കച്ചവടമാണെങ്കിലും അതനുസരിച്ച് ചെയ്തിരുന്നു. നവീകരണത്തിലേക്ക് ആ സമയത്തേക്ക് നവീകരണത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം കല്യാണം കഴിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ കല്യാണം കഴിക്കേണ്ട കാര്യം അമ്മ പറഞ്ഞിരുന്നു, കല്യാണം കഴിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ആദ്യം ഞാൻ കുറച്ചുകൂടി പ്രായം വേണം, കുറച്ച് സമ്പാദ്യം വേണം എന്നുള്ള ആഗ്രഹം അന്നുണ്ട് എനിക്ക്. ഒരു 5 കൊല്ലം കൊണ്ട് കുറച്ച് പൈസ അവിടെ നിന്ന് അത്യാവശ്യം ഞാൻ ഉണ്ടാക്കി. കുറച്ച് വീട് നിർത്തി കൊണ്ടുപോകണമെങ്കിൽ എളുപ്പമില്ല, 10 മെമ്പേഴ്സുള്ള വീടാണ്. അത് എല്ലാവരും സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്നില്ല, നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് എല്ലാം നടന്നു പോണത്. വളരെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും വളരെ ബുദ്ധിമുട്ടോടെയാണ് പോയിരുന്നത്. അതിൽ നിന്ന് വേണം നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അപ്പോൾ ജോലിക്കാരാവുന്നതും വെക്കാതെ നമ്മൾ തന്നെ മാക്സിമം ജോലി ചെയ്യും. അത് എത്ര നേരം പണിയാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര നേരം ജോലി ചെയ്യും. വിവാഹം കഴിഞ്ഞു 3 കൊല്ലമായി, ഒരു കൊച്ചുണ്ടായി. അതോടെ ഞാൻ കുരിയച്ചിറ അപ്പനായിട്ടാണ് ഇവിടെ കട തുടങ്ങുന്നത്. ഇപ്പോഴത്തെ അപ്പം വന്ന് അപ്പനെ ഞാനും കൂടി അന്ന് സെൻറ്റ് ജോസഫ് പള്ളിയിൽ അച്ഛനായിട്ട് ആലോചിച്ചു, വാടകയ്ക്ക് സ്ഥലം എടുത്തു. അപ്പം തന്നെ അതിലേക്ക് വേണ്ടതായ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ പണിതു. ഓപ്പണിങ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുരിയച്ചിറ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് സ്ഥലം ഞങ്ങൾ കുറച്ച് നാൾ പിന്നീട് അന്ന് കച്ചവടം വളരെ കുറവായിരുന്നു ഇവിടെ തുടങ്ങിയപ്പോഴും. 4 മണിക്കാവണം അന്നൊരു 100 ഗ്രാം റസ്ക് വിൽക്കണമെങ്കിൽ, അങ്ങനെ സെയിൽസേ ഇല്ല. അപ്പം അങ്ങനെ അന്ന് പ്രാർത്ഥനയ്ക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ പ്രൊഡക്ഷൻ ഒല്ലൂരായിരുന്നു എൻ്റെ വീട്ടിൽ. അത് തറവാട്ടിലായിരുന്നു. അത് ഇവിടെ കുരിയച്ചിറയ്ക്ക് കൊണ്ടുവന്നു. പ്രൊഡക്ഷൻ നിന്നപ്പോൾ എനിക്ക് വർക്ക് അറിയുന്ന ആളായ കാരണം ഞാൻ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ നിന്നു. കുറേശ്ശെ സെയിൽസ്, അന്ന് റേഷൻ കാലാണ് അന്നൊക്കെ മൈദ. കുറേശ്ശെ സെയിൽസ് കൂടാൻ തുടങ്ങി. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ എൻ്റെ സെയിലെല്ലാം ഒരു കാര്യങ്ങളിൽ നടന്നു പോകാനായിട്ടുള്ള രീതിയിലായി. അതെ, ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പിന്നീട് വാടകയ്ക്ക് സ്ഥലം എടുത്തു. കുരിയച്ചിറ തന്നെ അപ്പനായിട്ടാണ് വാടകയ്ക്ക് സ്ഥലം എടുക്കുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് നവീകരണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കൂടി പ്രാർത്ഥനയും കുർബാന അങ്ങനെയായിട്ടുള്ള ബന്ധങ്ങളുണ്ടായി. പള്ളിയിലേക്കൊക്കെ പോവും. പള്ളിയിലേക്ക് പോകുന്നു മാത്രമല്ലോ. പള്ളിയിൽ പോയിരുന്നാലേ ബാക്കിൽ പോയി ഞാൻ ഇരിക്കുക, കാരണം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പള്ളിയിൽ പോണത് പൊതുവെ ആ കാലഘട്ടത്തിൽ. അപ്പൊ ആരും സംസാരിക്കാണ്ടാവില്ലല്ലോ. കുർബാന കഴിഞ്ഞ് പോരുമ്പോ ആരെങ്കിലും എന്നെ തട്ടും എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എഴുന്നേൽക്കും. അങ്ങനെയാണ് ഉറങ്ങാൻ വേണ്ടിയാണ് പള്ളി പോണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞത് എങ്ങനെ മറ്റുള്ള മനുഷ്യരൊക്കെ എങ്ങനെ ആയി തീരുമെന്ന് ഉള്ളിൽ ഓർക്കാറുണ്ട്. അങ്ങനെ അന്നാണ് ഭക്തി അങ്ങനെയൊന്നുള്ള കാലം എനിക്ക് തോന്നിയിട്ടില്ല. അതങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ബ്രദറിന് അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് വേണ്ടി കുറേ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ബാംഗ്ലൂർ അവിടെയൊക്കെ പോയി. ട്രീറ്റ്മെൻറ്റിൽ ഒരു മെച്ചമില്ല. അപ്പോൾ ഇവിടെ കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കുരിയച്ചിറ ആ കാലഘട്ടത്തിൽ ധ്യാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പോട്ടയുണ്ട്, എന്നാലും ധ്യാനമൊന്നും അങ്ങനെ ആയിട്ടില്ല. അന്ന് കടുത്തിരുത്തി, മഞ്ഞുമല്, അതൊക്കെയാണ് അന്നത്തെ ധ്യാന കേന്ദ്രങ്ങൾ. അപ്പോൾ എങ്കിലും ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ പനിക്കലച്ചൻ വന്ന് ഇവിടെ ധ്യാനം നടത്തി. അപ്പോൾ ഞാൻ എൻ്റെ അനുജനവിടെ പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നല്ല കുറവുണ്ട് അസുഖത്തിന്. അപ്പം ഞാൻ കരുതി നമുക്കൊന്ന് പോയിട്ട് ധ്യാനം കൂടിയിട്ട് ഒക്കെ പ്രാർത്ഥിച്ച് രോഗം നമുക്ക് മാറ്റാലോ, പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പറഞ്ഞു വിടാൻ നിൽക്കണ്ടല്ലോ എന്ന് ഞാൻ കരുതി. അപ്പോൾ ഞാൻ എന്നൊക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്ന കാലഘട്ടം, കാരണം കുറേശ്ശെ മദ്യവും പോക്കിയും കേൾക്കുന്ന ലോകത്തിൻ്റെതായ എല്ലാ തരത്തിലുള്ള സൗകര്യത്തോടെ ജീവിച്ചിരുന്നത്. ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നില്ല, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ. അപ്പോൾ ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ശരിയല്ല എന്നുള്ളത് തന്നെ. അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഞാൻ ശരിയാണ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് ഞാൻ കരുതിയുള്ളത്. ഭാര്യയോടൊക്കെ നല്ല സ്നേഹത്തിലാണ് ഞാൻ പോണെന്നാണ് എൻ്റെ വിചാരം. എന്നാലും എനിക്ക് മനസ്സിലായി ഒരു കടുകുമണി പോലും ശരി എൻ്റെ ഭാഗത്തില്ല എന്നുള്ളത്. ജനങ്ങളോട് പെരുമാറും, കച്ചവടത്തിൽ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, എന്നാൽ കുടുംബജീവിതത്തിലൊന്നും ഞാൻ ശരിയല്ല എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പനിക്കലച്ചൻ കൗൺസിലിംഗ് ചെയ്തപ്പോൾ പറഞ്ഞു, ബ്രദറിൻ്റെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുക, ജോസിൻ്റെ കച്ചവടം നോക്കുക എന്ന് പറഞ്ഞ് കച്ചവടം തുടങ്ങി. പിന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ബ്രദറിൻ്റെ രോഗമെല്ലാം മാറി. എനിക്ക് നല്ലൊരു മാറ്റവും കിട്ടി. എനിക്ക് അങ്ങനെയാണ് ഒരു മാറ്റം വരണത്. ശരി, അതാണ് നവീകരണത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം. ബ്രദറിന്റെ അസുഖവും അതിനോട് ബന്ധപ്പെട്ട് പ്രയർ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ കർത്താവായിട്ട് കൂടുതൽ അടുത്തത്. നവീകരണത്തിൽ വന്നതിന് ശേഷം, കർത്താവുമായി കൂടുതൽ അടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, ജോസാറിൻ്റെ പേഴ്സണലായിട്ടും ബിസിനസ് പരമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കുരിയച്ചിറ പള്ളിയിൽ പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്.
രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് ബൈബിൾ വായിക്കുക. ആ കാലഘട്ടത്തിൽ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ദാഹമാണ്. പിന്നീട് പള്ളിയുടെ ഫ്രണ്ടിലേ പോയി നിൽക്കുള്ളൂ, ഞാൻ ബാക്കിലേക്ക് ഞാൻ പോവില്ല. പിന്നെ ഡെയിലി പള്ളിയിൽ പോകും, കുർബാന ഡെയിലി പള്ളിയിലേക്ക് പോകും. അതൊന്നും മുടങ്ങാൻ ഏറ്റവും ബാക്കിലുണ്ടായിരുന്ന ആള് ഏറ്റവും അന്ന് കാലത്ത് ഓർഡറുകൾ അങ്ങനെ അധികം കിട്ടുന്ന കാലമല്ല. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓർഡറുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഓർഡറുകൾ വരുന്നുണ്ടെങ്കിലും അതിന് ബാർഗെയിനിങ് ഇല്ല. പാർട്ടിയിൽ ഓർഡർ വരുന്നു, ഓർഡർ നമ്മൾ പറഞ്ഞ പൈസക്ക് സാധനം, അതിന് ഒരു തരത്തിൽ ബാർഗെയിനിങ് ഇല്ല. അത് അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതെന്താ ഇങ്ങനെ ആൾക്കാർ വരുന്നത് എന്ന് കരുതി ഞാൻ വ്യാപാരം കൂടെ കുറെ വർദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ കച്ചവടം കിട്ടണം, ലാഭം കിട്ടണം എന്നുള്ള ഇതൊന്നും എനിക്കില്ല. എനിക്ക് വർക്ക് നല്ലോണം നടക്കണം എന്നുള്ള ഇത് മാത്രമേ എനിക്കുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റേത് ചില പ്രത്യേക ആശയങ്ങളുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് എത്ര കാലം ഇപ്പോൾ ഒല്ലൂരൊക്കെ ഞാൻ അപ്പനായിട്ട് പ്രൊഡക്ഷനുള്ള കാലഘട്ടത്തിൽ എത്ര നേരം വർക്ക് ചെയ്താലും എനിക്ക് മതിയാവില്ല. കാലത്ത് ഇപ്പോൾ 5 മണി അല്ലെങ്കിൽ 6 മണിക്ക് പോയാൽ 11 മണി ആണെങ്കിലും ഞാൻ അപ്പനായിട്ട് വഴക്കടിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇത് എന്താ ഇത് പണി കുറഞ്ഞാൽ സമ്മതിക്കില്ല അപ്പനോട്. അപ്പനെ എതിർക്കും ഞാൻ. അപ്പോൾ അപ്പനോട് എതിർക്കും, പണി കറക്കെ കുറയുടെ ചക്ക എന്ന് എന്നോട് പറയാറ്. അപ്പം എനിക്ക് പണിയെടുത്താൽ തൊഴിലിനെ ഞാൻ സ്നേഹിച്ച ആളാണ്. ജോലിയിലും ബിസിനസ്സിലൊക്കെ ഉള്ളവർ അവരവരുടെ ജോലി മേഖലയിൽ സ്നേഹിക്കണം. അതെ, തൊഴിലിനെ സ്നേഹിക്കണം. തൊഴിലിനെ സ്നേഹിച്ചാലേ തൊഴിൽ നമ്മൾ സ്നേഹിക്കുള്ളൂ. അത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. തൊഴിൽ നമ്മളെ സ്നേഹിക്കില്ല, ദൈവം നമ്മളെ സ്നേഹിക്കും. തൊഴിലിനെ നമ്മൾ സ്നേഹിച്ചാൽ തൊഴിൽ നമ്മളോട് സ്നേഹിക്കും. പിന്നത്തെ കാര്യം, എനിക്കൊരു ചെറിയ കാര്യം എനിക്ക് വലിയ കാര്യമാണ്. എനിക്ക് ചെറിയ കാര്യം വലിയ കാര്യമില്ല, സെപ്പറേറ്റ് ഇല്ല. എല്ലാം എനിക്ക് ഒരേപോലെയാണ്. എല്ലാം എനിക്ക് കറക്റ്റായിട്ട് പോകണം. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പൊതുവെ. അതുകൊണ്ട് കുറേ പരാതികൾ നമുക്കുണ്ട് അതിൻ്റെ പേരിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പൻ അങ്ങനെയാണ്, കറക്റ്റാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും, കറക്റ്റായിട്ട് തന്നെ പോണ ആൾ. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം എനിക്കൊരു 20 രൂപ ചിലവുണ്ടായിരുന്നു. അതായത് നമ്മുടെ കടുത്തുരുത്തിൽ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി ദശാംശത്തെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത്, കുടുംബജീവിതത്തെ കുറിച്ചിട്ട് അങ്ങപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കണത്. പിന്നെ ഞാൻ ധ്യാനം കഴിഞ്ഞ ശേഷം ദശാംശത്തിലേക്ക് മാറി. ഒരു 20 രൂപ അന്ന് എനിക്ക് പൊതുവെ ചിലവുണ്ട്. ആ 20 രൂപ വെച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അന്ന് കുറേശ്ശെ വെള്ളമടിക്കും, പിന്നെ സിഗരറ്റ് വലിക്കും. അപ്പോൾ അതിനെനിക്ക് 20 രൂപ ചിലവുണ്ട്. ആ പൈസ ദശാംശമായിട്ട് ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ കാശാകുമ്പോൾ ഒക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. ആവശ്യക്കാർക്ക് അന്ന് ഓല കെട്ടിയിട്ടുള്ള അരികൾ, ഓല കെട്ട വീടുകളിൽ നിന്നൊക്കെ അധികം ഒരു 100 രൂപ കൊടുത്താൽ അവർക്ക് അവരുടെ ആവശ്യത്തിനായി. അത് അങ്ങനെ ധാരാളം പേർക്ക് കൊടുക്കും. അങ്ങനെ അതിപ്പം മദ്യപിക്കുന്ന ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ദരിദ്രനെ ആരെങ്കിലും എടുത്ത് കൊടുക്കുമ്പോൾ പറയും, ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം അടിച്ചിരുന്നു, പുക വലിച്ചിരുന്നു, അത് മാറാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരണം, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഞാൻ അത് ധർമ്മം കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെറിയ സമ്പാദ്യങ്ങളായിട്ട് മറ്റേ 100 രൂപ 50 രൂപ കൊടുക്കുമ്പോഴും ഞാൻ എല്ലാവരോടും പറയും. അങ്ങനെ കുറച്ച് കാലം അപ്പോൾ എനിക്ക് ആ മദ്യത്തിനോടുള്ള ആ ടെൻഡൻസി നിന്ന് പോയി. പിന്നെ സെയിൽസ് കുറച്ച് അങ്ങനെ കൂടാൻ തുടങ്ങി. സെയിൽസ് കൂടാൻ തുടങ്ങിയിട്ട് നോക്കുമ്പോൾ സെയിൽസ് അധികമായിട്ട് നമുക്കത് അത്രയും ഓർഡറുകളൊന്നും എടുക്കാൻ പറ്റാണ്ടായി. പണം അങ്ങനെ സമ്പാദ്യം നമുക്ക് തന്നെ ഉണ്ടായിരുന്നു മാത്രം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, വിശ്വസത്തോടെ ചെയ്തു, തൊഴിലിനെ സ്നേഹിച്ചു, തൊഴിൽ നമ്മളെ സ്നേഹിച്ചു. അങ്ങനെ അതങ്ങനെ ഗ്രാജുവലി അങ്ങനെ കയറി വന്നു. അപ്പോൾ എനിക്ക് ദശാംശം കൊടുക്കുന്നതിൽ ഞാൻ, കാരണം സമ്പാദ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം പൈസ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിന് ദശാംശം കുറച്ചുകൂടി കൂട്ടാൻ തുടങ്ങിയത്. ദശാംശം കൂട്ടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സെയിൽ പിന്നെ വർദ്ധിച്ചു. പലരും ചെയ്യാത്തൊരു കാര്യം അത്. ദശാംശം വർദ്ധിപ്പിക്കുമ്പോൾ സെയിൽ കൂടുന്ന പരിപാടി എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് ആദ്യം എനിക്ക് മനസ്സിലാകില്ല. അപ്പോൾ ദശാംശം കൂട്ടുന്നത് സെയിൽസ് കൂടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ബാലൻസ് അധികമുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് അതിൽ നിന്ന് ആവശ്യക്കാർക്ക് കുറേശ്ശെ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി. എനിക്കൊരു നല്ലൊരു ദശാംശം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല സാക്ഷിയാണ്. പിന്നെ ഞാൻ എപ്പോഴും ദൈവത്തോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെറുപുറ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടിലെല്ലാ കാര്യങ്ങളും പറയും, കച്ചവടത്തിലെ കാര്യം പറയും, ജോലിക്കാർ ശരിയില്ലെങ്കിൽ അത് പറയും, ജോലിക്കാരനെ വേണോ, അവനെ മാറ്റണോ പിടിക്കണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ഭാര്യയോട് ഇട്ട് സൂചിപ്പിക്കുകയും ചെയ്യും. അവിടെ ശരിയില്ലാത്ത ആൾ നിൽക്കണ്ട, അവനെ മാറ്റണം വേണ്ടതെന്ന് ഭാര്യയോടും ചോദിക്കും ഞാൻ. അങ്ങനെ ചർച്ച സാധാരണ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില സമയത്ത് സെയിൽ കുറയുമ്പോൾ എനിക്ക് ദശാംശത്തിന് ഇങ്ങനെ 20 രൂപയൊന്നുമല്ല അന്ന് സംഖ്യയൊക്കെ മാറി. അപ്പം ഞാൻ അത് ഒരാഴ്ചയിൽ എൻ്റെ ലാഭത്തിൻ്റെ വിഹിതം കണക്കാക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഒരാഴ്ചയിൽ ആ സെയിൽ നടന്നിട്ടുണ്ടാവില്ല. സെയിൽ നടന്നാലും നടന്നില്ലെങ്കിലും ആ സംഖ്യ കണക്കാക്കണോ, ഞാനോ ചെയ്യിക്കാതെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ നോക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ സെയിലെല്ലാം കുറഞ്ഞു. സെയിൽ കുറഞ്ഞിട്ട് നോക്കുമ്പോൾ ആകെ വിഷമമായി.
അപ്പം ഞാൻ പറഞ്ഞു യേശുവിനോട് പറഞ്ഞു അല്ല സെയിലൊക്കെ ആകെ കുറഞ്ഞു കിടക്കണല്ലോ, അത് എങ്ങനെ മുന്നോട്ട് ഞാൻ എങ്ങനെ ഇത് പോവുക ഈ രീതിയിൽ പോയാൽ? ദശാംശം വയ്ക്കാനും കാശില്ല, പർച്ചേസ് ചെയ്യാനും കാശില്ല. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് കാശെല്ലാം റെഡി വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോയാൽ ആകെ അലമ്പാവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആളോട് ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ ആളോട് പറയാറുണ്ട്. കാര്യങ്ങൾ എങ്ങനെ നടക്കുക, ഇത് ആരാ ചെയ്തു തരിക? ഇത് ദശാംശം കൊടുക്കുന്ന ആളെന്നൊക്കെ ചില ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളാണിത് ഇവിടെ വെക്കാണ്ടിരിക്കാനും പറ്റില്ല. ചില സമയത്ത് ദശാംശം വയ്ക്കാൻ കാശ് കുറയുമ്പോൾ ഞാൻ ആളുടെ ചെപ്പിൽ തന്നെ കുറച്ച് കാശ് കൂട്ടിയൊക്കെയുള്ളൂ. എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ കാശില്ല. അപ്പോൾ ആളുടെ കാശ് ഇരുന്നോട്ടെ ഞാൻ ആളുടെ കൂടുതൽ വയ്ക്കും ഞാൻ ചിലപ്പോൾ. അങ്ങനെ ചില സമയത്ത് ചെയ്യുമ്പോൾ എൻ്റെ സെയിൽസ് അങ്ങനെ ചിലപ്പോൾ കൂടാറുണ്ട്. അപ്പോൾ ഞാൻ സെയിൽ ഇങ്ങനെ കുറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ പറ്റില്ല, സെയിൽസ് കൂട്ടണം. അപ്പോൾ തൽക്കാലം എനിക്കൊരു 3000 രൂപ കൂട്ടി കിട്ടണമെന്ന് ഞാൻ ആളോട് പറഞ്ഞു. അപ്പോൾ കച്ചവടം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം, ശരിയാന്ന് എനിക്കറിയാം. ഇവിടെ കടയിൽ വരുന്ന എല്ലാവരും പറയുന്നത് സെയിൽ കുറവാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ കച്ചവടം ഇല്ലാത്ത കാലത്താണ് ഞാൻ കൂട്ടിച്ചു വയ്ക്കുന്നത്. എളുപ്പമല്ലാന്ന് എനിക്കറിയാം, നിനക്കത് ചെയ്യാനും പറ്റും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറേശ്ശെ തിരിച്ച് കൂടി 2-3 ഒരു മാസത്തിനുള്ളിൽ അത് 3000 രൂപ കൂടി. ഡെയിലി സെയിൽ കൂടി. അന്നാണ് സെയിൽ വളരെ കുറഞ്ഞ സമയം. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ 3000 രൂപ കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല, 3000 രൂപ ആർക്കും കൂട്ടാൻ പറ്റും. ഞാൻ പറഞ്ഞു 3000 രൂപ ആർക്കും കൂട്ടാൻ പറ്റുന്ന കാര്യമാണ്, എനിക്ക് ഇത്രയും കാശ് കൂട്ടി കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് 3000 രൂപ കൂട്ടി കിട്ടി പോരാ, എനിക്കിപ്പോൾ ഇപ്പോൾ എൻ്റെ ഇരട്ടി സെയിൽ കൂട്ടണം, ഇരട്ടി. ആ തരത്തിലുള്ളൊരു ബന്ധം കർത്താവുമായിട്ട് നമ്മൾ നവീകരണത്തിന് ശേഷം ഉണ്ടായി. ഇതെൻ്റെ പേഴ്സണലാണ്. എൻ്റെ അനേകം കുറവുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ആളോട് ഡീൽ ചെയ്യുന്ന പോലെ എന്നെ അടുത്തും ഡീൽ ചെയ്യുന്നത്. എന്നാൽ അതേ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് കുറവുകളുണ്ട്. ആ കുറവുകളിലൊക്കെ ഞാൻ ആളായിട്ട് സംസാരിച്ച് പ്രാർത്ഥിച്ച് രമ്യപ്പെടും. എന്തെങ്കിലും ആൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ കർത്താവ് ഞാൻ പോലെ കാര്യങ്ങൾ ചെയ്തു, ഇത് എന്നെ പോലെ സംഭവം ഉണ്ടായി, ഇനി മേലും ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഇരട്ടി സെയിൽസ് കൂട്ടി ചോദിച്ചതിനിടയിൽ ഇരട്ടി സെയിൽസ് എനിക്കായി. ഒരു 5-8 മാസം കൊണ്ട് എനിക്ക് ഇരട്ടി സെയിൽ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സെയിൽസ് കൂടും. അങ്ങനെ അത് ഇരട്ടി സെയിൽസായി. പിന്നെ ഞാൻ സെയിൽസ് കൂട്ടി ചോദിക്കാറില്ല, കാരണം എനിക്ക് ആവശ്യം പോലെ സെയിൽസ്, എനിക്ക് ആവശ്യം പോലെ ക്യാഷ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ സാധനം പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അന്നത്തെ ധ്യാന കേന്ദ്രങ്ങളൊന്നും അധികം ആയിട്ടില്ല. അന്ന് ഫോട്ടോയൊന്നും ആയിട്ടില്ല. ഫോട്ടോന്ന് ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് 10-100 ആൾ അതിൻ്റെ താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഓരോ ധ്യാന കേന്ദ്രങ്ങൾ ഒന്ന് ഒരു സഹായം ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ആവേശമാണ് സംഗതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ. എനിക്കത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ എനിക്ക് കടയിൽ സെയിൽസ് കൂടുതൽ കാണുമ്പോഴും എനിക്ക് ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ അപ്പോൾ ആവശ്യമുള്ള പൈസ അപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആ പൈസ എണ്ണിയൊന്നുമല്ല കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഈ സാധനം ഉണ്ടാവും, അത് അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് കയ്യിലെടുത്ത് കൊടുക്കണല്ലോ. ഞാൻ എണ്ണി നോക്കാറൊന്നുമില്ല. അങ്ങനെ ചില വല്ലപ്പോഴൊക്കെ എണ്ണി ഇത്ര കാശ് കുറച്ച് ചോദിച്ചാൽ അവർക്ക് എടുത്ത് കൊടുക്കുന്ന മാത്രം. കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ എണ്ണി കൊടുക്കാറില്ല. ആവശ്യം അങ്ങനെ എടുത്ത് അവിടെ ഉള്ളത് എല്ലാം കൂടി എടുത്തിട്ട് കവറിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കർത്താവ് നമുക്ക് എന്നാൽ ഇത് എത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ച് ഇന്നേ വരെയില്ല. എനിക്ക് എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. അതന്നെ ദൈവം അതന്നെ മാനിച്ച ഒരിക്കലും സാമ്പത്തിക ഞെരുക്കുണ്ടാവില്ല. പുതിയ പുതിയ വഴികൾ തുറക്കും ചെയ്യും, അതൊരിക്കലും പൊട്ടൂല. കാരണം ദൈവത്തിനറിയാം ഇവന് കച്ചവടം നടത്താൻ നമുക്ക് മെച്ചണ്ടെന്നുള്ളത്, നമ്മുടെ മക്കൾക്കും മെച്ചണ്ടെന്ന് ആൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും നമുക്ക് വിഷമമുണ്ടെങ്കിൽ ആളോട് നമ്മൾ വായ തുറന്ന് ശരിക്കാണ് ചോദിക്കുക. വായ തുറന്ന് ചോദിക്കണം, ഉള്ളിൽ ചോദിച്ചാൽ പോരട്ടെ. ഞാൻ വായ തുറന്ന് ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ വായ തുറന്നാണ് സംസാരിച്ചാൽ ആൾ നമ്മുടെ സംഗതി ചെയ്തു. ജോസാറിൻ്റെ ബിസിനസ്സിൽ ഇപ്പോൾ കർത്താവ് നല്ല പുരോഗതി തന്നു, നല്ല ഉയർച്ചയ്ക്ക് തന്നു. അപ്പോൾ സാധാരണ എല്ലാ ആളുകൾക്കുള്ളതുപോലെ ബിസിനസ് നന്നായി, ഇനിയിപ്പോൾ അത്യാവശ്യം കാശൊക്കെയായി, പിന്നെ പുതിയ കാർ മേടിക്കാം, പുതിയ വീട് പണിയാം, അല്ലെങ്കിൽ പുതിയ അടിപൊളി കാര്യങ്ങളിലേക്ക് പോവാം. അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത, എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആഡംബരത്തിനോട് ഒരിക്കലും ഞാൻ യോജിക്കാത്ത ഒരാളാണ്. ആഡംബര ജീവിതം എനിക്കില്ല. ഒന്നാം തന്നെ അത് എങ്ങനെ എൻ്റെ പണം അനാവശ്യമായിട്ട് ചിലവാക്കാണ്ട് സമ്പാദിക്കാം, ആർഭാടരഹിതമായിട്ട് എങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കാം, എങ്ങനെ നമുക്ക് പണം ചെലവ് ചുരുക്കാം, എങ്ങനെ അത് അർഹതയുള്ള കരങ്ങളിലേക്ക് എത്തിക്കാം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിൽ ദൈവം എന്നെ 100% എനിക്ക് അതിന് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പുതിയ പുതിയ വാഹനങ്ങൾ, പുതിയ പുതിയ വണ്ടി അങ്ങനെ പോകുന്നതിന് പകരം അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു കൂടുതൽ ആഗ്രഹം. എൻ്റെ പണം എപ്പോഴും മറ്റുള്ളവർക്ക് കയ്യിലേക്ക് എത്തണം. നല്ല സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരിക്കും. അത് ഹാപ്പിയാണ്. ഞാൻ പിന്നീട് അറിയും ഞാൻ പല രീതിയിലും.
ഹോണസ്റ്റ് ജോസേട്ടൻ. ഈ ജോസേട്ടൻ്റെ മുന്നിൽ ഹോണസ്റ്റ് എന്നുള്ളത് വന്നത് അത് എങ്ങനെയാണ് ഈ ഒരു പേര് ബിസിനസ് രംഗത്തേക്ക് ഈ പേര് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ എന്നെ പോലത്തെ തന്നെ ക്യാരക്ടറുള്ളൊരു സ്നേഹിതൻ എനിക്കുണ്ടായിരുന്നു. അവൻ മരിച്ചുപോയി അവൻ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചു ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, 2 പേര് ഞാൻ പറഞ്ഞു അപ്പനോട്, ഇങ്ങനെ 2 പേരുണ്ട്, ഇതിലേത് പേരാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞ് ഹോണസ്റ്റ് എന്ന് പോയിന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ അപ്പനും തമ്മിൽ അത്ര വലിയ സ്നേഹമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വഴക്കുകളുണ്ടാവും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അപ്പനോടുകൂടി ചോദിച്ചിട്ടാണ് ചെയ്യാൻ ഞാൻ. ശരി, അതിൽ നിന്നാണ് ഹോണസ്റ്റ് എന്നുള്ള പേര്. ആ പേര് അപ്പനായിട്ടാണ് ശരിക്കും ആ പേര് പറഞ്ഞ് മുന്നോട്ട് പോയത്. ബിസിനസ് രംഗത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ജീവിത മൂല്യങ്ങളാണ്, ഇത് ക്രിസ്തീയ മൂല്യങ്ങൾ, എന്തെല്ലാം മൂല്യങ്ങളാണ് മുറുകെ പിടിക്കേണ്ടത് എന്നുള്ളത് ജോസാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ജോസാൻ്റെ ഇപ്പോൾ ജീവിതാനുഭവത്തിൽ നിന്നും ബിസിനസ് രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ നിന്നും എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്? ദൈവത്തോടുകൂടി ചേർന്ന് നിൽക്കുകയും ദൈവത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുത്താൽ അവൻ പൊട്ടണ പ്രശ്നമില്ല. വിഹിതം ചോദിച്ചിട്ട് കണക്ക് ചോദിച്ച് കാശ് ചോദിക്കാൻ പാടില്ല ആളോട്. നിങ്ങൾ ദയവ് ചെയ്ത് ദശാംശം കൊടുക്കരുതെന്ന് പറയാം. അതെന്താ അങ്ങനെ? നിങ്ങൾ ദശാംശം എത്ര നാളെ കൊടുത്തു തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ഡെയിലി 5000 രൂപ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന കാലത്ത്, ലാഭം കിട്ടുന്ന കാലത്ത് നിങ്ങൾ 10% കൊടുത്തു. 5000 രൂപ കിട്ടുമ്പോൾ നീ 10% കൊടുത്തു. നീ 10000 രൂപ കിട്ടുമ്പോഴും 10%. അപ്പം നീ കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവത്തിന് കൊടുക്കണ കാര്യത്തിൽ നീ കുറഞ്ഞു കൊടുക്കും. കാരണം നിനക്ക് നിസ്സാരം കൊടുക്കണ്ടു. ദശാംശം കൊടുത്ത് പഠിച്ച ആള് അവൻ ദശാംശം വയ്ക്കുന്ന പൈസ മാറ്റി വെച്ചാൽ മതി. ദശാംശം കൊടുക്കുന്ന ആള് ദശാംശം കൊടുക്കണ പൈസ സമ്പാദിച്ചാൽ മതി. അവന് ഇഷ്ടം പോലെ ഉണ്ടാവും. ദശാംശം കൊടുക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചോട്ടെ, സെയിൽ തന്നെ കൂടിക്കോളും. അത് എൻ്റെ ഡ്യൂട്ടി അല്ല, കർത്താവ് നോക്കിക്കോളും. കർത്താവ് നോക്കിക്കോളും. കുറയ്ക്കരുത്. സെയിൽ സ്വല്പം കുറയുമ്പോൾ ദശാംശം കുറച്ചു, എന്നിട്ട് കുറച്ച് കൂടുമ്പോൾ ആ കുറച്ചതിനെ കൊടുക്കണുള്ളൂ. കൂടുതൽ കിട്ടിയതിന് കൊടുക്കില്ല. ഞാനിവിടെ പല ആൾക്കാർക്കും ഞാൻ ഒരിക്കൽ ഒരു ഷോപ്പുകാരനെ ഞാൻ പറഞ്ഞു ദശാംശം നീ കൊടുക്കാൻ പറഞ്ഞിട്ട് അവനൊരു 100 രൂപ കൊടുത്തു. ഞാൻ പറഞ്ഞു ആ മോനെ നീ ഒരു ദശാംശം വെക്കടാ എന്നിട്ട്. അവൻ്റെ കച്ചവടം ഉണ്ടായിരുന്നില്ല കടയിൽ. അവന് നല്ല കച്ചവടമായി. അവൻ ദശാംശം വെക്കാൻ തുടങ്ങി. അങ്ങനെ പല ആൾക്കാർക്കും ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കണ ആൾക്കാർ, മീൻ കച്ചവടക്കാർ, അങ്ങനെ പലതരത്തിലുള്ള വ്യാപാരികളും ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്ന് എന്നോട് പറയാറുണ്ട്. അങ്ങനെ നവീകരണത്തിന് വന്നതിന് ശേഷം ജോസേട്ടൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത്? നവീകരണത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഭാര്യയായിട്ടാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും പറയുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് ചർച്ച ചെയ്യും. ഒരു കാര്യം നമ്മൾ ചെയ്യണേക്കാളും മുമ്പ് ആ ഭാര്യയായിട്ട് ആലോചിക്കും, അതിന് പ്രാർത്ഥിക്കും. പെട്ടെന്ന് തീരുമാനം എടുക്കില്ല, സാവകാശത എടുക്കുള്ളൂ. പിന്നെയും പ്രാർത്ഥിക്കും, ഇപ്പോൾ വേണോ വേണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ധ്യാനഗുരുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കും. അപ്പോൾ മിക്കവാറും ഞങ്ങൾ പറഞ്ഞ ആശയം തന്നെയായിരിക്കും അച്ഛനും പറഞ്ഞിട്ടുണ്ടാവുക. നവീകരണത്തിലേക്ക് വന്നതിന് ശേഷമാണ് പ്രാർത്ഥന എന്നും 7:30 മണിക്ക് കുർബാന പ്രാർത്ഥന ഞങ്ങൾ എത്തിക്കും. അതോടൊപ്പം തന്നെ ദിവസവും കുർബാനയ്ക്ക് രാവിലെ തന്നെ ഞാൻ 6 മണിയുടെ കുർബാനയ്ക്ക് ഞാൻ പോകും. കുർബാനയ്ക്ക് പോകുന്ന പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ എനിക്ക് ചെല്ലണം. അങ്ങനെയാണ് എൻ്റെ ഇത്. കുർബാന കഴിഞ്ഞാലും സ്വല്പം നേരം ഇരുന്നിട്ട് ഞാൻ പോരുള്ളൂ. എൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആളോട് പറയും. പിന്നെ അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പോരുക. ദൈവത്തിനോട് പറയുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ആളോട് ചോദിക്കുന്ന കാര്യത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യം ഒഴിച്ച് എനിക്കെല്ലാം കിട്ടുന്നതാണ് ആളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അത് നവീകരണത്തിൽ വന്നതിന് ശേഷം ആ അനുഭവത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ചില ഒറ്റയ്ക്കും തെറ്റയ്ക്കും ശരിയല്ലാത്ത കാര്യങ്ങൾ അപ്പം നമുക്കും തോന്നും അത് ശരിയല്ല, അത് വേണ്ടാന്നുള്ളത്. അങ്ങനെ അത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പൊതുവേ നമ്മൾ നേരത്തെ തന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകും. ഈ കുടുംബ പ്രാർത്ഥനയുടെ സമയക്രമങ്ങളും അതെങ്ങനെയാണ്? നവീകരണത്തിൽ വന്നതിന് ശേഷം കുടുംബ പ്രാർത്ഥന 7:30 ഷാർപ്പാക്കിയത്. ഞാൻ പറഞ്ഞു വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടാവണം, നേരം പോയി കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കടയിൽ നല്ല തിരക്കുള്ള നേരമായിരിക്കും. ഞാൻ കടയിൽ തിരക്കൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല. ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. അങ്ങനെ ഇവിടെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു 8:30 കൂടി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഷോപ്പിലേക്ക് വീണ്ടും പോകും. കട അടച്ചിട്ടുണ്ടാവില്ല. 10 മണിയോടുകൂടി അടച്ച് ഞാൻ വീട്ടിലേക്ക് പോരുക. അതിക്ക് മുമ്പ് കുരിയച്ചിറ പള്ളിയിൽ പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതും 7:30 മണിക്കായിരുന്നു. അന്നും കടയിൽ നല്ല സെയിലുള്ള കാര്യം. ആൽമേത്രിക്ക് വന്നതിന് ശേഷം സെയിലിൽ എനിക്ക് ഒരിക്കലും
ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കുട്ടി തരാൻ വേണ്ടി ചോദിക്കുന്നു, കുട്ടി തരാൻ ഞാനെല്ലാം ഉപയോഗിച്ചിരുന്നത്. അതവിടെ പ്രയർ ഗ്രൂപ്പിൽ അങ്ങനെ റെഗുലർ ഞാൻ കുറേ കാലം ഞാൻ അങ്ങനെ പോയി ഒരു പ്രയർ ഗ്രൂപ്പിൽ. അതെനിക്ക് വലിയ ആത്മീയ വളർച്ചയ്ക്ക് എനിക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. അതിൻ്റെ കെയർ ഓഫ് ഗ്രൂപ്പ്. അതെ അതെ അതെ, നല്ലൊരു പ്രയർ ഗ്രൂപ്പിലായിരുന്നു. 10-50 പേര് 40 പേര് അന്ന് ഉണ്ടാവും, റെഗുലർ ഉണ്ടാവും. പിന്നീട് ഡിവൈനിലേക്ക് പിന്നെ കൗൺസിലിങ്ങിന് പോകാൻ തുടങ്ങി. അത് എല്ലാ ആഴ്ചയിലും ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പോകും. ഇവിടുന്ന് ഒരു 8 മണിക്ക് പോയാൽ ഉച്ചകഴിഞ്ഞ് ഒരു 4 മണി 5 മണിയാകുമ്പോഴേ വരുള്ളൂ. കർത്താവ് കൂടുതൽ ഉപയോഗിച്ചു. അതെ, അന്നൊക്കെ ഞാൻ പറയുമ്പോൾ കച്ചവടം അവിടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആളില്ല. അപ്പോൾ അവിടെ ആളെ നിർത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയും. അങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സെയിൽ വർദ്ധിച്ചിട്ടുണ്ടാവും. ജോസേട്ടാ, കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഇപ്പോൾ പല ആളുകളും വരും. ഇപ്പോൾ ചെറിയ പൈസയ്ക്ക് മേടിക്കാൻ വരുന്നവരുണ്ടായിരിക്കാം, കൂടുതൽ മേടിക്കാൻ വരുന്നവരുണ്ടായിരിക്കാം, പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. അവരോടുള്ള സമീപനം എങ്ങനെയാണ്? അവരോടൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹമൊക്കെ പങ്കുവയ്ക്കാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കടയിൽ? കടയിൽ പലരും പ്രാർത്ഥന ചോദിച്ചു വരാറുണ്ട്. ചില പിള്ളേർ ജോലി കിട്ടിയിട്ടില്ല, ജോലി വേണമെന്നൊക്കെ പറഞ്ഞ് പലരും വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള നല്ല നല്ല ബുക്സുകൾ കടയിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് ഓരോരുത്തർക്കും കൊടുക്കും വായിക്കാനായിട്ട്. പലരുടെയും ബുക്സ് വായിച്ച് പല സുവിശേഷകന്മാരുടെ പുസ്തകങ്ങൾ കൊടുക്കും. പുസ്തകങ്ങളും ബൈബിളിലെല്ലാം കടയിൽ വെച്ചിരുന്നു ഒരു കാലത്ത്. അത് മാസമൊക്കെ ഒരു 10,000-15,000 രൂപയുടെയെങ്കിലും മിനിമം നമ്മുടെ ബുക്സ് മേടിച്ച് കൊടുക്കാറ് പതിവുണ്ട് കടയിൽ. കൊണ്ടുപോയി മടക്കി കൊണ്ടുവരുമെന്ന് പറയും ഞാൻ കൊടുക്കുന്നവരോട്. അപ്പോൾ മടക്കി കൊണ്ടുവരുമ്പോൾ അത് മുഷിഞ്ഞിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം പുസ്തകം കൊണ്ടുപോയിട്ട് പലരും തരില്ല. ചിലരൊക്കെ കൊണ്ടുപോയിട്ട് വായിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞു കൊണ്ടുവരും. ചിലരൊക്കെ വായിക്കുന്നവരുണ്ടാവും. വായിച്ചിട്ട് അനവധി പേർക്ക് മാറ്റം വന്നിട്ടുള്ള കുട്ടികൾ എന്നോട് പറയാറുണ്ട് മാറ്റം വന്നു എന്നുള്ളത്. പിന്നെ പലരും പ്രാർത്ഥന ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഷോപ്പിൽ നിന്നിട്ട് തന്നെ, മറ്റു കടയിലൊക്കെ തിരക്കായിരിക്കും, കടയിൽ നിന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ അതിനൊന്നും നമുക്കൊന്നും തോന്നാറൊന്നുമില്ല. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സ് അവിടെ കടയിൽ നിറച്ചുണ്ടാവും. ചിലപ്പോൾ എനിക്കൊരു ചെറിയ കസ്റ്റമർ, ഒരു വലിയ കസ്റ്റമർ എനിക്കില്ല. എനിക്ക് ചെറിയ കസ്റ്റമറും വലിയ കസ്റ്റമറും എനിക്ക് ഒരേപോലെയാണ്. പിന്നെ ഒരു കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ കംപ്ലീറ്റ് ഞാൻ തീർത്ത് കൊടുത്തിരിക്കും എനിക്ക് പറ്റാവുന്നിടത്തോളം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് മുഴുവൻ തീർക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ഞാൻ മാക്സിമം അവരെ ഞാൻ പ്ലേസ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ രമ്യതയിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് പൊതുവെ എൻ്റെ കസ്റ്റമർ. ചെറുതും വലുതും ഒരേപോലെ ഞാൻ കാണുള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിനും കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിനും എല്ലാത്തിനും നന്ദി. ദൈവം കൂടുതൽ അനുഗ്രഹങ്ങളും ബിസിനസ്സിലെ വളർച്ചയും ഉന്നമതിയൊക്കെ ജോസേട്ടനും കുടുംബത്തിനും മക്കൾക്കൊക്കെ നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിജയകരമായ വലതുകരം പിടിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിലും ബിസിനസ് രംഗത്തും വലിയ വിജയങ്ങൾ നേടി മുന്നേറുന്ന മറ്റൊരു വ്യക്തിയുടെ ജീവിതാനുഭവവും പ്രാർത്ഥനാ ജീവിതവും പരിചയപ്പെടാം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. ഗുഡ് ബൈ.